അടുത്ത ആളെ വിളിക്കാം. സെമി ഫൈനൽ റൗണ്ടിൽ ആദ്യത്തെ പാട്ടുമായിട്ട് ആരെത്തുന്നെന്ന് അറിയാമോ? നമ്മുടെ പ്ലക്കു. പ്ലക്കു എത്തുകയാണ്. പ്ലക്കു നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണ്. നമ്മൾ പറഞ്ഞില്ലേ ചില ആൾക്കാരുണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. സെമി ഫൈനൽ ആണെങ്കിലും ഫിനാലെ ആണെങ്കിലും കൃത്യമായിട്ട് പാടും, ഇഷ്ടംപോലെ വർത്താനം പറയും. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ പ്ലക്കു. പ്ലക്കു ഇന്നും കുറെ കഥകളായിട്ടാണ് വന്നിരിക്കുന്നത്. കഥകൾ കേൾക്കാനുള്ള നേരമില്ല. അതെ, കേൾക്കുക, അത് കൃത്യമായിട്ട് പാടുക. അതെ. അപ്പൊ സെമി ഫൈനൽസ് ആണ്. ബി സീരിയസ്. അപ്പൊ നമ്മള് പ്ലക്കുവിനോട് പറയണോ വില്ലയിലൊക്കെ പോയി മിണ്ടാതിരിക്കണം, പാട്ട് പഠിക്കണം, കഥകളൊന്നും വേണ്ട. അത്ര കൂടിയ കഥകളൊക്കെ ആണെങ്കിൽ റബിക്ക് ചെറിയൊരു സന്തോഷാവാ. ഞങ്ങൾ രണ്ടും അങ്ങോട്ട് മാറിയിരുന്ന് കേൾക്കാം. സ്ട്രെസ് കൂടിയാലും വേണ്ടാത്ത അസുഖം വരും. അതുകൊണ്ട് ടെൻഷൻ അടിച്ചാ അതെ വേണ്ട. ഇല്ല, പ്ലക്കു. So let's welcome Plakku on stage. ചിരി കണ്ടോ? ഹായ് പ്ലക്കു. ഹായ് ഹായ് മിസ് പ്ലക്കു. എന്താ സ്കൂൾ യൂണിഫോമോ? അതെ, നല്ല രസമുണ്ട്. പക്ഷെ അല്ല, എന്താ ഇങ്ങനെ സ്കൂൾ യൂണിഫോം പോലത്തെ വേഷം? അങ്ങനെ വല്ല പാട്ടാണോ? തരിമണൽ തരിമണൽ കാലാലെന്നെ വിളിച്ചതെന്തിന് നീ ജമീല, അതല്ലേ? പിന്നെ പഴയ പാട്ടാണോ? സ്വാമിയുടെ പാട്ടാ? സ്വാമി റൗണ്ടാണ്. സ്വാമി വെസ്റ്റേൺ രീതിയിൽ ചെയ്തുണ്ട്. അലോല നിലവിലോചനങ്ങൾ. ഇതാണ് തമാശ, ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. സെമി ഫൈനലില് മിനുട്ടി സീരിയസ് ആയിട്ടിരിക്കണം, ഇനി കഥകളൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നത്. എന്നിട്ട് ആദ്യം ഞാനിങ്ങനെയൊക്കെ പറയുന്നല്ലേ ഉള്ളൂ. അതെ, ഞാനല്ലേ. ഡീറ്റെയിൽസ്. മ്യൂസിക് ദക്ഷിണാമൂർത്തി സാർ, ലിറിക്സ് പി ഭാസ്കരൻ മാഷ്, പാടിയത് യേശുദാസ് സാറും ജാനകി അമ്മയും. വർഷം 1973. മൂവി വീണ്ടും പ്രഭാതം. വീണ്ടും പ്രഭാതം കറക്റ്റ് അല്ലേ? അല്ലേ? എന്നും നമ്മൾ പറയും വീണ്ടും പ്രഭാതം, വീണ്ടും പ്രഭാതം. അതെ, വീണ്ടും പ്രഭാതം, വീണ്ടും രാത്രി, വീണ്ടും രാത്രി, വീണ്ടും പ്രഭാതം. അതെ, നമുക്ക് തുടങ്ങിയാലോ? അതിന് മുന്നേ പ്ലക്കുവിന്റെ സെമി ഫൈനൽ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാ? 2 റൗണ്ട് ഉണ്ടല്ലോ, ഇത് ആദ്യത്തെയാ? ഒന്നും ചെയ്യുന്നില്ല, പ്രാക്ടീസ് തന്നെ. പ്രാക്ടീസ്. മരം കയറാൻ സമയമില്ല, രോമം പറിക്കാൻ സമയമില്ല. 4 മണിയാകുമ്പോ ചായ കുടിക്കാൻ പോകുമ്പോ അവിടെ. അത് ശരി, അതൊക്കെ എന്നാലും വിട്ടിട്ടില്ല. ഓക്കെ. പിന്നെ എന്റെ കൂടെ ഇന്ന് മ്യൂസിക് സാറ് വന്നിട്ടുണ്ട്. നമസ്കാരം. എന്താ മ്യൂസിക് സാറിന്റെ പേര്? അജിത് കുമാർ. ഓക്കെ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട്. ഹലോ. പിന്നെ ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. അതെ. അച്ഛനൊന്ന് മൈക്ക് കൊടുത്തേ, കാരണം അച്ഛനെ പറ്റി ഇവിടെ പറയാത്ത എപ്പിസോഡില്ല. അച്ഛനെ കാണാണ്ട് ഞാൻ മത്സരത്തിൽ ഇറങ്ങി പോകുന്നു എന്ന് വരെ പ്രഖ്യാപിച്ച ആളാണ്. അത്ര മിസ് ചെയ്ത് പിടിച്ചു വെച്ചതാ. അച്ഛനാണ് ജീവൻ എന്ന് വെച്ച എന്റെ അച്ഛ. എന്നെ കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാ. ആണല്ലേ? അതെന്തായിരിക്കും? അത് ചിന്തിച്ചിട്ടുണ്ടത് ഇങ്ങനെ അമ്മയെക്കാൾ ഇത്ര കൂടുതൽ ഇഷ്ടം വരാൻ കാരണം? അതെന്താണെന്ന് എനിക്കറിയില്ല, അത് അവൾക്ക് അറിയാവുള്ളൂ. എന്താ പ്രത്യേകത? എന്തോ ഉണ്ട്. എന്താണ് അച്ഛനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം? പ്രത്യേകത? ചാച്ചൻ നമ്മൾ എന്ത് പറഞ്ഞാലും ചാച്ചൻ വിളിക്കണേ. ഓ, ചാച്ചൻ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും. അതാണ് ഇഷ്ടം. അല്ല, അതൊന്നുമില്ല. പിന്നെ എന്താ അമ്മയെക്കാട്ടിലും കൂടുതൽ അരുത്തി ചാച്ചന്. അമ്മയെക്കാളും കൂടുതൽ അതാ ചോദിക്കുന്നത്. എന്താ അരുത്തി വെച്ചാ? കൊഞ്ചല്, അതായത് കൊഞ്ചിക്ക. അതിന് അരുത്തി എന്നാണ് ഇവിടെ പറയണേ. അച്ഛന്റെ കണ്ണ് നിറയുന്നേട്ടാ. ഓ, അത് ശരി. കൊഞ്ചിക്കണത് അച്ഛനാണ്. പിന്നെ ഭയങ്കര സ്നേഹമാ. അല്ല, ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ അച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരൊറ്റ കാര്യമുള്ളൂ, എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും, എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അതാണ് കുഞ്ഞിന് സ്നേഹം. അതെ. വഴക്കം പറയാറില്ല. അമ്മ വഴക്ക് പറയാൻ വടി എടുക്കുമ്പോ അച്ഛൻ പറയും തല്ലരുത്. അല്ല, അമ്മ വഴക്ക് പറയുമ്പോ വടി എടുക്കും. പക്ഷെ ചാച്ചൻ വഴക്ക് പറയാൻ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നോക്കും. അപ്പൊ ഞങ്ങൾ ഒന്നില്ല അച്ഛാ. അപ്പൊ അച്ഛനെയാണ്. ഒരു പാട്ടുണ്ടല്ലോ, അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം. അച്ഛന് മോളെ മിസ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും മിസ് ചെയ്യാറുണ്ട്. ഡെയിലി വിളിക്കും, ദിവസം പാട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ടിവിയിൽ കാണുമ്പോ എന്താ തോന്നാറ്? സന്തോഷം തന്നെയല്ല, അതിന്റേതായ ഒരു സങ്കടമൊക്കെ തോന്നാറുണ്ട്. ആണല്ലേ? അഭിമാനം. അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ തുടങ്ങാം.
അതല്ലേ നല്ലത്. അച്ഛനിൽ നിന്ന് നമ്മളങ്ങ് വിട്ടുപോരുന്നില്ല. അതെ അതെ. അവിടെ കിടന്നേ. ഓക്കേ, ശരി. അപ്പൊ എന്തായാലും അച്ഛനൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അല്ലേ? പാട്ടൊന്ന് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ ഈ 4 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് ശ്രദ്ധിച്ചു പാടുക. അച്ഛനെ ആലോചിക്കണ്ട, അമ്മയെ ആലോചിക്കണ്ട, ഒന്നും വേണ്ട, പാട്ട് മാത്രം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Nice, Mole. Nice. Thank you, sir. So today we are giving you 97.50 out of 100. Thank you, sir. And your Bhaskaran Master Pukri. Thank you, sir.